സ്നാനം Baptism. ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് പോകുന്നതല്ല. It is not to come from transfer of religion. അല്ലെങ്കിൽ പിന്നെ എന്താണ് സ്നാനം? So what is baptism? എൻ്റെ യേശുവിന്റെ മരണത്തിൽ ഞാനും പങ്കുകാരനാകും. I become a partaker with the death of Jesus. ഞാൻ വെള്ളത്തിലേക്ക് മുക്കുമ്പോൾ, when I immerse a person into the water, സ്നാനപ്പെടുത്തുമ്പോൾ, when we baptize, വെള്ളത്തിലേക്ക് മുക്കുമ്പോൾ, when we immerse him in water, യേശു അടക്കപ്പെട്ടതുപോലെ അടക്കപ്പെടുന്നു. Just like Jesus was buried under the ground, you are buried under the water. അവിടുന്ന് നിന്നെ ഉയർത്തുമ്പോൾ, and when you come up with the waters of baptism, അവന്റെ മഹിമയിൽ നീ പുതുക്കം പ്രാപിച്ച് എഴുന്നേറ്റ് വരുന്നു. you have come alive with the resurrection power of Jesus. ഇന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കാം, I declare to you this morning, സ്നാനപ്പെട്ട ഒരു കുടുംബത്തെയും തൊടാൻ പിശാചിന് അധികാരമില്ല. no Satan can touch a family who's ഒരു baptized. പാരമ്പര്യ ശാപങ്ങൾക്കും അവരെ പിന്തുടരാൻ അധികാരമില്ല. No generational curse can follow somebody who's obeyed in baptism. ഒരമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഒരു കുഞ്ഞ് പുറത്തു വരുന്നത്, just like how a child is born from the womb of a mother, അത് വെള്ളത്തിൽ നിന്നാണ് പുറത്തു വരുന്നത്. it comes through the fluid of the mother. ആ വെള്ളത്തിൽ നിന്ന് പുറത്തു വരുന്ന കുഞ്ഞ് 9 മാസവും 9 ദിവസവുമായ കുഞ്ഞ് ഒരു പുതിയ ലോകത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലെ സ്നാനപ്പെട്ട് കയറുന്ന നീ അത്ഭുതങ്ങളുടെ, വിടുതലിന്റെ, സൂപ്പർ നാച്ചുറലിന്റെ ഒരു ലോകത്തിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. You are entering into a life of the supernatural once you obey the Lord in waters of baptism. ആ വെള്ളത്തിൽ നീ സ്നാനപ്പെടുമ്പോൾ, when you get baptized in water, ആ വെള്ളത്തിൽ സ്നാനപ്പെടുമ്പോൾ, when you get baptized in water, നീ പറയുന്നത്, this is what you're saying, എനിക്ക് വേണ്ടി യേശു മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I believe Jesus died for me. യേശുവിന്റെ മരണത്തെ ഞാൻ സ്വീകരിക്കുന്നു. I receive the death of Jesus. അതിന്റെ അനുഗ്രഹം എനിക്ക് വേണം. I receive his അത് blessing. ഞാൻ അനുഭവിക്കുകയാണ്. I experience it. ഇന്നലെ വരെ ഉണ്ടായിരുന്ന എന്റെ പഴയ മനുഷ്യനെ ഞാൻ ഉരിഞ്ഞു കളയുന്നു. I strip off the old nature എനിക്കൊരു പുതിയ മനുഷ്യനായി ജീവിക്കണം. and I become a new man. അങ്ങനെ മരിക്കുന്നത് വരെ If we die in this manner, നിന്റെ അവയവങ്ങൾ our members, പാപത്തിന്റെ ദാസനായിരുന്നു. our members were slaves to sin. എന്നാൽ But നീ മരിച്ചു കഴിയുമ്പോൾ, after you're died, സ്നാനപ്പെട്ട് കഴിയുമ്പോൾ, after you've been baptized, വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ പറയുക, when you come up from the waters of എന്റെ baptism, കൈ യേശുവിന് വേണ്ടിയുള്ളതാ, these hands are for Jesus, എന്റെ കണ്ണ് യേശുവിന് വേണ്ടിയുള്ളതാ, these eyes are for Jesus, എന്റെ ശബ്ദം യേശുവിന് വേണ്ടിയുള്ളതാ. my voice is for Jesus. എന്റെ 25 വർഷത്തെ ശുശ്രൂഷയിൽ ഒരു അനുഭവത്തിൽ ഞാൻ പറയാം, ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ട കാര്യം വേറെ ഒന്നുമില്ല. ഇത് അത്ര ഏറ്റവും മഹത്വമായത്. Last 25 years of ministry, let me tell you, this is the most blessed thing you can do to obey the Lord in waters. നിന്റെ മേൽ ഇനിയും അതിന് വാഴാൻ പറ്റില്ല. Sin cannot have dominion over you. നിനക്കാണിപ്പോൾ അധികാരം തന്നിരിക്കുന്നത്. He has handed over the authority to നിന്റെ you. ഓപ്ഷനാണ്. It is this your opportunity. നിനക്ക് നിൽക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, if you want to stand, നിന്നെ തന്നെയല്ല നിന്നെ ജയിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് നിന്റെ കൂടെ ഉണ്ട്. the Holy Spirit has come to give you പരിശുദ്ധാത്മാവ് നിന്റെ കൂടെ ഉണ്ട്. the Holy Spirit has ഇന്ന് come. പകൽ നീ കൊതിക്കുന്നുണ്ടെങ്കിൽ, If you desire it, ഒരു പുതിയ അഭിഷേകം നിന്റെ മേൽ കഥ there പകരുകയാണ്. is a new anointing. സ്നാനം എന്ന് പറയുന്നത് Water baptism is, എങ്ങനെയാണ് ചെയ്യേണ്ടത്? how do we do this? യേശു നമുക്ക് കാണിച്ചു തന്നു. Jesus has shown us the way. 30-ാമത്തെ വയസ്സിൽ At the age of 30, 60 കിലോമീറ്റർ നടന്ന് he walked 60 kilometers. ബേത്ലഹേമിൽ നിന്ന് യോർദാനിൽ വന്ന് He came from Bethlehem to Jordan. ആഴമുള്ള വെള്ളത്തിൽ ഇറങ്ങി He got down into the waters of അവൻ Jordan സ്നാനമേറ്റു. and he received the എന്നിട്ട് baptism. യേശു പറഞ്ഞു, ഇങ്ങനെ സകല നീതിയും നിവർത്തിയാകണം. He said all righteousness is fulfilled. അപ്പൊ സ്നാനപ്പെടുന്നയാള് നടന്നു വന്നാണ് സ്നാനപ്പെട്ടത്. So the man who came to be baptized came walking to the water. തന്റെ ആഗ്രഹമായിരുന്നു സ്നാനം It എന്നുള്ളത്. was his own desire to be baptized. അതെന്താണെന്ന് തനിക്ക് അറിയാമായിരുന്നു. He knew what was baptism. എനിക്ക് യേശുവിനോട് ചേരണം. I want to unite myself with അവന്റെ Jesus. മരണത്തിന്റെ പങ്കാളിത്തം മുഴുവനും എന്റെ ഭവനത്തിൽ എനിക്ക് കിട്ടണം. I want to be a partaker of Jesus' death. ഒന്നും എനിക്ക് മിസ്സാകരുത്. I don't want to miss anything. എനിക്ക് എന്റെ യേശുവിന് വേണ്ടി ജീവിക്കണം. I want to live for Jesus. എന്റെ കൈയും കാലും കാതും കണ്ണും മൂക്കും എന്റെ സകല അവയവങ്ങളും യേശുവിന് വേണ്ടിയായി മാറണം.